ജീസസ് യൂത്ത് മുന്നേറ്റത്തിൻ്റെ ആർട്സ് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഗ്രാഫിറ്റി കോൺടെസ്റ്റിൻ്റെ വിശദവിവരങ്ങൾ സിൻഡോ കാഡ നമ്മോട് പങ്കുവെക്കുന്നു. ഗ്രാഫിറ്റി കോൺടെസ്റ്റ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ ലോകത്തെ ഇത്രയും സൂക്ഷ്മവും മനോഹരവുമായി രൂപപ്പെടുത്തിയ ദൈവം തൻ്റെ സൃഷ്ടിയുടെ പരസമാപ്തിയിൽ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ മെനഞ്ഞെടുത്തു. ദൈവാംശമുള്ള മനുഷ്യൻ ആദിമുതലേ അവനിലുള്ള സർഗവൈഭവം കൊണ്ട് രചനകളും നിർമ്മിതികളും സംഗീതാത്മകമായി നടത്തിക്കൊണ്ടിരുന്നു. കുടിലുകളിലും കൊട്ടാരങ്ങളിലും സ്വകാര്യ ഇടങ്ങളിലും പൊതുസ്ഥലങ്ങളിലും എന്നിങ്ങനെ സർവ്വയിടത്തും വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും മനുഷ്യൻ അവൻ്റെ സർഗശേഷിയുടെ കയ്യൊപ്പ് രേഖപ്പെടുത്തി വരുന്നു. വിവിധ ജനവിഭാഗങ്ങളും അവരുടെ മതങ്ങളും മതമില്ലാത്തവരും വ്യത്യസ്തങ്ങളായ തരത്തിൽ അവരുടേതായ സംസ്കാരങ്ങളും നിർമ്മിതികളും കൊണ്ട് ലോകത്തെ അലങ്കരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2000 സംവത്സരങ്ങളിലെ ക്രിസ്ത്യാനികളുടെ ചരിത്രം പരിശോധിച്ചാൽ കലാ സാംസ്കാരിക രംഗത്ത് അതിസമ്പന്നവും ബൃഹത്തുമായ സംഭാവനകൾ ലോകത്ത് ദൃശ്യമാണ്. സർഗവാസനകളെ പ്രോത്സാഹിപ്പിച്ചും പരിപോഷിച്ചുമാണ് ക്രിസ്തുവിൻ്റെ സാക്ഷികൾ ലോകമെങ്ങും മുന്നേറിയിട്ടുള്ളത്. ജീസസ് യൂത്ത് മുന്നേറ്റം അതിൻ്റെ തുടക്കം മുതലേ പാട്ടും ഡാൻസും സ്കിറ്റും സാഹിത്യവും രംഗാലങ്കാരങ്ങളും ചിത്രരചനകളും എക്സിബിഷനും സിനിമയും മാധ്യമ മാർഗങ്ങളും ഒക്കെ മൂവ്മെൻറ്റിൻ്റെ സുപ്രധാന ലക്ഷ്യമായ സുവിശേഷ പ്രചാരണത്തിന് ഉപയോഗിച്ചു വരുന്നു. ഇടവകകളിലും ക്യാമ്പസുകളിലും പൊതുസ്ഥലങ്ങളിലും സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലുമെല്ലാം അത് ദൃശ്യവുമാണ്. കോവിഡ് മഹാമാരി ലോകത്തെ പൂട്ടിക്കെട്ടിയ ഈ ലോക്ക്ഡൗൺ കാലത്ത് ജീസസ് യൂത്ത് ഓൺലൈൻ വീഡിയോ കോൺഫറൻസ് വഴിയായി മീഡിയ മിനിസ്ട്രി, തിയേറ്റർ മിനിസ്ട്രി, മ്യൂസിക് മിനിസ്ട്രി, ആർട്ട് മിനിസ്ട്രി എന്നിങ്ങനെ 4 മിനിസ്ട്രികളുടെ ഒരു ടാലന്റ് കൂട്ടായ്മ സംഘടിപ്പിക്കുകയുണ്ടായി. ഓരോ മിനിസ്ട്രികൾക്കും കോർഡിനേറ്റർ, ആനിമേറ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ ടീമുകളെയും തെരഞ്ഞെടുത്തു. നിയുക്തരായ ടീമുകൾ അവരുടേതായ രീതിയിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വ്യത്യസ്ത പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് ആർട്ട് മിനിസ്ട്രി നടത്തിയ ഗ്രാഫിറ്റി കോൺടെസ്റ്റാണ്. ടാലന്റ് മിനിസ്ട്രി കൂട്ടായ്മയിൽ ആനിമേറ്റർ ലിയോ തദേവൂസ് എല്ലാ മിനിസ്ട്രികൾക്കുമായി ഈ അവസരത്തിൽ മുന്നോട്ടുവെച്ച ഒരു ചിന്തയാണ് സുവിശേഷങ്ങളിലെ ഉപമകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനമെന്ന ആശയം. ആർട്ട് മിനിസ്ട്രി ആ ആശയത്തെ സാംശീകരിച്ച് സംഘടിപ്പിച്ച ആദ്യത്തെ പരിപാടിയാണ് പ്രസ്തുത ഗ്രാഫിറ്റി കോൺടെസ്റ്റ്. വ്യവസ്ഥിതികളെയും ഭരണകൂടങ്ങളെയും ഒക്കെ വിമർശിക്കുവാനും അതിനെതിരെ ജനങ്ങളെ ചിന്തിപ്പിക്കുവാനുമൊക്കെ പരിവർത്തനവാദികൾ ചുവരുകളിലും തൂണുകളിലും തുരങ്കങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റ് പൊതു ഇടങ്ങളിലുമൊക്കെ രഹസ്യമായി കറുപ്പും കടുത്ത നിറങ്ങളും കൊണ്ട് തിടുക്കത്തിൽ ചെയ്തു പോന്നിരുന്ന ഗ്രാഫിറ്റിയിൽ അക്ഷരങ്ങളായിരുന്നു വിന്യസിച്ചിരുന്നത്. ആ ചുവരെഴുത്തുകളിൽ പിന്നീട് ബിംബങ്ങളും പ്രതീകങ്ങളും ചിത്രങ്ങളുമൊക്കെയായി ഗ്രാഫിറ്റി ഒരു ആർട്ടായി രൂപഭേദം സംഭവിച്ചു. ഇന്ന് യൂറോപ്പിലും മറ്റും ത്രസിപ്പിക്കുന്നതും ചിന്തോദീപകവുമായ ഗ്രാഫിറ്റി ആർട്ട് വർക്കുകൾ കാണാം. ഡിജിറ്റൽ ഇമേജുകളുടെയും ആനിമേഷൻ ഗ്രാഫിക്സുകളുടെയും ഇന്നത്തെ ഈ സൈബർ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പുത്തൻ തലമുറയ്ക്ക് ഗ്രാഫിറ്റി കോൺടെസ്റ്റ് നവമായ ഉണർവും ഉന്മേഷവും നൽകിയെന്നതിനുള്ള വ്യക്തമായ തെളിവാണ് കേരളത്തിൽ ആദ്യമായി നടത്തപ്പെട്ട ഈ മത്സരത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട എൻട്രികൾ. കൃത്യമായി 39 എൻട്രികളാണ് മത്സരത്തിന് എത്തിയത്. തനിച്ചും ഗ്രൂപ്പായും മത്സരത്തിൽ പങ്കെടുക്കാമെന്നുള്ളതിനാൽ മത്സരാർത്ഥികളുടെ എണ്ണം 50ഓളം വരും. 4-5 എൻട്രികൾ ഒഴിച്ചാൽ എല്ലാം തന്നെ മികച്ച നിലവാരം പുലർത്തിയിരുന്നു. ശ്രീ ആന്റണി കാരൽ, ഫാദർ ജെയിംസ് മോൻ OFM, ഫാദർ ജോസഫ് ഡി പ്ലാക്കൽ BA B.Ed MFA എന്നിവരായിരുന്നു ജൂറി അംഗങ്ങൾ. 1, 2, 3 സ്ഥാനങ്ങൾ യഥാക്രമം 5000, 3000, 2000 രൂപ വീതം വിജയികൾക്ക് നൽകി. 2020 നവംബർ 1 ഗ്രാൻഡ് ഫിനാലെ. മത്സരാർത്ഥികളും മറ്റുള്ളവരുമടക്കം 50ലേറെ പേർ ഗ്രാൻഡ് ഫിനാലെയുടെ സൂം മീറ്റിംഗിൽ പങ്കെടുത്തു. തദവസരത്തിൽ മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിന്ന് തിയോളജി പ്രൊഫസറായ ഫാദർ ജോസ് പാലക്കിൽ ഗ്രാഫിറ്റിയെക്കുറിച്ച് അതിമനോഹരവും വിജ്ഞാനപ്രദവുമായ
ഒരു പ്രഭാഷണം നടത്തി. ഡോക്ടർ എഡ്വേർഡ് എഡേഴത്ത് ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ലെറ്റർ ടു ദ ആർട്ടിസ്റ്റ് 1999 പരാമർശിച്ചുകൊണ്ട് സംസാരിച്ചു. അവാർഡ് ജൂറിയെ പ്രതിനിധീകരിച്ച് ആർട്ടിസ്റ്റും ഫൈൻ ആർട്സ് കോളേജ് അധ്യാപകനുമായ ആന്റണി കാരൽ മത്സരത്തിലെത്തിയ ആർട്ട് വർക്കുകളെ വിലയിരുത്തി സംസാരിച്ചു. തുടർന്ന് ജീസസ് യൂത്ത് കേരള കോർഡിനേറ്റർ ഗിനീസും മിനിസ്ട്രിയുടെ ആനിമേറ്റർ ഷാജി ജോസഫ് അറയ്ക്കലും ആശംസകൾ അറിയിച്ചു. കോർഡിനേറ്റർ സോണി മൂർക്കാട്ടിൽ നന്ദി പറഞ്ഞു. കോർഡിനേറ്റർ സോണി മൂർക്കാട്ടിൽ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ അലൻ, അംഗങ്ങളായ ജോബിൻസ്, കൃപ, അനീറ്റ എന്നിവരും ആനിമേറ്റർമാരായ ജോസഫ് നെല്ലിക്കൽ, ഷാജി ജോസഫ് അറയ്ക്കൽ എന്നിവരുമടങ്ങുന്ന കോ ടീമാണ് കേരള ആർട്ട് മിനിസ്ട്രിയെ നയിക്കുന്നത്.